BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. ആദ്യ പ്രതികരണം കവടിയാർ വാർഡിൽ മുന്നിലാണ്, ഏകദേശം വിജയത്തിൻ്റെ പടിവാതിൽക്ക് എത്തിയെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ആദ്യമേ ഒരു മാൻഡേറ്റ് എന്ന നല്ലവരായിട്ടുള്ള കവടിയാറുള്ള എല്ലാ ആളുകൾക്കുമുള്ള നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം വളരെ നല്ല രീതിയിൽ ഒരു ടൈറ്റ് ഫൈറ്റ് അവിടെ കാഴ്ചവെച്ച് BJPയുടെയും LDF കാൻഡിഡേറ്റിനും അവരുടെയും മെക്കാനിസം എല്ലാവർക്കും ഉള്ള അഭിനന്ദനങ്ങൾ നേരുകയാണ്. ഈയൊരു ഫുൾ കണക്കുകൾ വന്നിട്ടില്ല. തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഇതുവരെ 58 വാർഡുകളുടെ റിസൾട്ടാണ് ഇപ്പോൾ TV യിൽ കാണിക്കുന്നത്. അതിലിപ്പോൾ തന്നെ UDFന് 13 സീറ്റുകളിൽ ലീഡുണ്ട്, അല്ലെങ്കിൽ വിജയിച്ചിട്ടുണ്ട്. അതിൽ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, ഈ 13 സീറ്റുകളിലും ഭൂരിഭാഗം സീറ്റുകളും കഴിഞ്ഞ തവണ നമ്മൾ വിജയിക്കാത്ത സീറ്റുകളാണ്. ഒരുപക്ഷെ എനിക്ക് എൻ്റെ കയ്യിലുള്ള ലിസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ ഈ 13 സീറ്റിൽ 10 സീറ്റും നമ്മൾ LDF നിന്നോ BJPയിൽ നിന്നോ തിരിച്ചു പിടിക്കുന്ന സീറ്റുകളാണ്. അപ്പോൾ 51 സീറ്റുകൾ എണ്ണിയപ്പോൾ തന്നെ ഒരു നല്ല നമ്പർ ഉണ്ട്. എന്തായാലും പൂർണ്ണമായിട്ടുള്ള കണക്ക് വരട്ടെ. എല്ലായിടത്തും UDFന് നല്ല രീതിയിലുള്ള ഒരു റിസൾട്ടും റെസ്പോൺസും വരുന്നത് തീർച്ചയായിട്ടും ജനങ്ങളുടെ മനസ്സിൽ UDF ഉണ്ടെന്നുള്ളതാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഫൈനൽ റിസൾട്ട് വരുമ്പോൾ അതിൻ്റെ ഒരു മറുപടി നൽകാം. എന്തായാലും കവടിയാറും ഈ ജില്ലയിലൊക്കെ എനിക്ക് വേണ്ടി പ്രയത്നിച്ച പാർട്ടിയിലെ UDFലെ സഹപ്രവർത്തകർ, വോട്ട് ചെയ്ത ആളുകൾ, വോട്ട് ചെയ്യാത്ത ആളുകൾ, എല്ലാ പാർട്ടിക്കാരെല്ലാവരും വളരെ ടഫായിട്ടുള്ള ഒരു കോമ്പറ്റീഷനായിരുന്നു, വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു കോമ്പറ്റീഷനായിരുന്നു. അപ്പോൾ കവടിയാറിൻ്റെ പെരുമ കാത്തുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഒരു നല്ല രാഷ്ട്രീയ പോരാട്ടം നടത്തിയ എല്ലാവർക്കും അഭിവാദ്യങ്ങൾ നേരുന്നു. തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങൾക്കും ഞാൻ കൂടെ ഇവിടെ തന്നെ ഉണ്ട് എന്ന് മാത്രം പറയുന്നു. UDFന് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മാൻഡേറ്റാണ്. LDFൻ്റെ ഭരണം മാറണം എന്ന ആളുകൾ ആഗ്രഹിച്ച ഒരു മാൻഡേറ്റാണ്. ഇപ്പോഴുള്ള കണക്കുകൾ ഞാൻ മനസ്സിലാക്കുന്ന LDFന് 18 സീറ്റും UDFന് 13 സീറ്റുമാണ് കാണിക്കുന്നത്. ഇനി തീരദേശം അടക്കമുള്ള നമ്മൾ വിശ്വസിക്കുന്ന ചില വാർഡുകളുടെ റിസൾട്ട് വരാനുണ്ട്. തീർച്ചയായിട്ടും UDFന് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു പോരാട്ടം തന്നെയാണ് നമ്മൾ തിരുവനന്തപുരത്ത് കാഴ്ചവെച്ചത്. ഇല്ല, അതൊക്കെ ഇലക്ഷൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളല്ലേ. അത് കയറ്റിറക്കങ്ങൾ ഉണ്ടാവും. എന്തായാലും ആത്യന്തികമായി വിജയം ലഭിച്ചു എന്നുള്ളത് ഒരു നല്ല കാര്യം തന്നെയാണ്. പക്ഷേ എനിക്ക് നിങ്ങൾ അഭ്യർത്ഥിക്കാനുള്ളത്, UDF ഇതുവരെ ലീഡ് ചെയ്യുന്ന ആ സീറ്റുകളുടെ പേരുകളും എണ്ണവും നിങ്ങൾ നോക്കണം. നിങ്ങൾ സാധാരണ UDFന് അല്ലെങ്കിൽ UDF ഉറപ്പായി ജയിക്കും എന്ന് പറയുന്ന സീറ്റുകളല്ല. അങ്ങനെ ഒരു 3-4 സീറ്റേ ഉള്ളൂ. ബാക്കി എല്ലാ സീറ്റുകളും UDF പിടിച്ചടക്കുന്ന സീറ്റുകളാണ്. അങ്ങനെ തന്നെ ലാസ്റ്റ് വരെ പോകുമെന്ന് വിശ്വസിക്കുന്നു. മേയർക്ക് രാജേന്ദ്രനെതിരെയുള്ള നെഗറ്റീവ് വോട്ട്സ് ആണെന്ന് തോന്നുന്നു. ഇല്ല, ഞാൻ ആരെക്കുറിച്ച് പക്ഷേ ഇവിടെ LDF മാറണം എന്നുള്ള ഒരു വലിയ ആഗ്രഹം ജനങ്ങൾക്കുണ്ടായിരുന്നു. കഴിഞ്ഞ 50 വർഷമായി ഈ നഗരത്തെ പിന്നോട്ടടിച്ച LDF പോകണം എന്നുള്ള ജനങ്ങൾക്ക് ഒരാഗ്രഹമുണ്ടായിരുന്നു. അതിന് അവർ തീർച്ചയായിട്ടും UDFനെയും കൂടെ ഒരു ഓൾട്ടർനേറ്റീവായിട്ട് കണ്ടതിൽ വലിയ സന്തോഷമുണ്ട്. നമുക്ക് മറ്റു പാർട്ടികളെ പോലെ പണമോ അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മൾ നിന്ന് പോരാടുകയാണ്, അവസാനം വരെ പോരാടും. ആ പോരാട്ടത്തിൻ്റെ ഗുണം തീർച്ചയായിട്ടും തിരുവനന്തപുരത്തിനും ഗുണമുണ്ടാകും. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്ട്രേഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.